ഹോർമൂസ് കടലിടുക്ക് വ്യാപാരത്തിനായി തുറക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോർമൂസിൽ തടസ്സം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. യുദ്ധ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ കപ്പലുകൾ സുരക്ഷിതമായി എത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ എണ്ണക്കപ്പലുകൾ ഭാരതത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനും സാധ്യത ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞു. युद्ध की शुरुआत के बाद से मैंने पश्चिम एशिया के ज्यादातर देशों के राष्ट्राध्यक्षों के साथ 2 राउंड फोन पर बात की है. हम गल्फ के सभी देशों के साथ लगातार संपर्क में हैं. हम ईरान, इजराइल और अमेरिका के साथ भी संपर्क में हैं. हमारा लक्ष्य डायलॉग और डिप्लोमेसी के माध्यम से क्षेत्र में शांति की बहाली का है. हमने डी एस्केलेशन और हॉर्मुज स्ट्रेट खोले जाने पर भी उनसे बात की. कमर्शियल जहाजों पर हमला और हॉर्मुज स्ट्रेट जैसे अंतर्राष्ट्रीय जलमार्ग में रुकावट अस्वीकार्य है. വിവരങ്ങളുമായി ഐസൻ ജോസ് ആണ് ചേരുന്നത്. ഐസൻ, ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, വ്യാപാരത്തിനായി തുറന്ന് നൽകിയേ മതിയാകൂ എന്ന ഒരു നിലപാട് കടുപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോലും എണ്ണക്കപ്പലുകൾക്ക്, ഭാരതത്തിന്റെ എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഭാരതത്തിന് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇറാൻ ആയാലും ഇസ്രയേൽ ആയാലും അമേരിക്ക ആയാലും കൃത്യമായ ഒരു ഇടപെടൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. 3 രാജ്യങ്ങളുമായി ചർച്ചകൾ നടന്നു വരികയുമാണ്. എന്തായാലും ചില സൂചനകൾ, അതായത് ഭാരതത്തിന്റെ നിലപാടിൽ കൃത്യമായ സൂചനകൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിച്ചിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ നാം ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത്? രാഖി, തീർച്ചയായും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എണ്ണ വ്യാപാരത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതുമായ ഇടപെടലുകൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന പ്രധാനമന്ത്രി കൃത്യമായൊരു നിലപാട് ഈ അന്താരാഷ്ട്ര വിഷയത്തിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതത്തിന്റെ കപ്പലുകൾ സ്വതന്ത്രമായും സുരക്ഷിതമായും കടന്നു വരുന്നതിനുള്ള നയതന്ത്ര ഇടപെടൽ നടത്താനും നയതന്ത്ര തലത്തിലുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇറാനിൽ നിന്നും അനുമതി വാങ്ങി കൃത്യമായി രാജ്യത്തേക്ക് കപ്പലുകൾ എത്തിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയെന്നും കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ ആവശ്യത്തിനുള്ള ഊർജ്ജ സുരക്ഷയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഭാരതം പ്രതിജ്ഞാബദ്ധമായിരുന്നെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ കൃത്യമായ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി 41 രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന, എണ്ണയും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന ഒരു രീതിയാണ്, അസംസ്കൃത എണ്ണ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന ഒരു രീതിയാണ് ഭാരതം അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ എണ്ണയുടെ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഭാരതത്തിലെന്നും ഭാരതത്തിൻ്റെ ക്രൂഡ് ഓയിൽ സംഭരണിയും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ സംഭരണവും ഗ്യാസ് സംഭരണവും കൃത്യമായി നിലനിർത്താൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി കൃത്യമായി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഹോർമൂസിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് ചർച്ചകൾ അനിവാര്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതമെന്നും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചർച്ചകൾക്കായുള്ള സാഹചര്യം ഒരുക്കണമെന്ന നിലപാട് തുടർച്ചയായി ഭാരതം പറയുകയും ചെയ്യുന്നു എന്നതും പ്രധാനമന്ത്രിയുടെ ലോക്സഭയിലെ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. മാത്രമല്ല, മാനവികമായ ഒരു വിഷയത്തിലെ ഇടപെടൽ വളരെ കാര്യക്ഷമമായി ഭാരതം ഇക്കാര്യത്തിൽ, അതല്ലെങ്കിൽ ഇറാൻ യുദ്ധകാലത്ത് നടത്തിയത് 3,25,000-ഓളം പേരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും, അതായത് ഈ പ്രശ്നബാധിതമായ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ എത്തിക്കാൻ സാധിക്കുകയും 1000-ലേറെ പേരെ ഇറാനിൽ നിന്ന് മാത്രം ഭാരതത്തിൽ എത്തിക്കുകയും ചെയ്തു. അതിൽ 700-ഓളം പേർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ കർഷകരുടെ വിഷയങ്ങൾ, കർഷകർ ഭാരതത്തിനും ഭാരത സർക്കാരിനും ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളവും അനുബന്ധ ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വളവും മറ്റും ലഭ്യമാകുന്നതിനെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി വളം നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ കൃത്യമായ ലഭ്യത ഉറപ്പാക്കുന്നതിനെ കാര്യക്ഷമമായ ഇടപെടൽ ഈ യുദ്ധകാലത്തും നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആശയം ഏറെ പ്രസക്തമാകുന്നത് ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥകളിലാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകളും മറ്റു ഉൽപ്പന്നങ്ങളും രാജ്യത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉത്പാദനം കാര്യക്ഷമമായി ഉയർത്തി കൃത്യമായ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മനിർഭരത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭാരതത്തിൻ്റെ റിഫൈനിങ് ശേഷി, അതായത് എണ്ണ ശുദ്ധീകരണ ശേഷി വൻതോതിൽ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾക്കായുള്ള ക്രൂഡ് ഓയിൽ ലഭ്യമാകുകയും ചെയ്തതോടെ ഈ ഊർജ്ജ പ്രതിസന്ധി എന്നൊരു പ്രശ്നം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു. കോൾ ഇറക്കുമതിയിൽ
കയറ്റുമതിയിലും അതുപോലെ തന്നെ മറ്റു അത്യാവശ്യ വസ്തുക്കളുടെ ഇറക്കുമതിയിലും കാര്യമായ ഇടപെടൽ നടത്താൻ ഇപ്പോഴും സാധിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കുന്നതും ആത്മനിർഭരതയുടെ കൂടി പ്രധാന ഘടകങ്ങളുടെ ഭാഗമായാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഈ യുദ്ധകാലഘട്ടത്തിലും അല്ലാത്ത കാലഘട്ടത്തിലുമെല്ലാം തന്നെ ഭാരതം വിദേശ കപ്പലുകളെ ആശ്രയിച്ചാണ് വൻതോതിൽ ഇറക്കുമതി കയറ്റുമതി ഇടപെടലുകൾ നടത്തുന്നത്. ആ ഇടപെടലുകൾ നടത്തുമ്പോൾ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ അത്തരം ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഷിപ്പിംഗ് രംഗം ശാക്തീകരിക്കുന്നതിനുള്ള ആത്മനിർഭർ ഭാരതിൻ്റെ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷമായി പല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ സ്വാശ്രയത്വം കൃത്യമായി നിലനിർത്തുകയും ഏതെങ്കിലും സംഘർഷം ലോകത്ത് എവിടെയും ഉണ്ടായാൽ അത് ഭാരതത്തെ പ്രതികൂലമായി ബാധിക്കാതെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞു. അതുപോലെ തന്നെ അന്തർമന്ത്രാലയ കയറ്റുമതി ഇറക്കുമതി സമിതി കൃത്യമായ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി പ്രശ്നങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിക്കുകയും ചെയ്തു. ശരി ഐസൻ, എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയത്. വളരെ നിർണായകമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും സ്ഥിതി ഈ രീതിയിൽ തുടർന്നു പോയാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്ഥിതി വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയില്ല. കാരണം ബദൽ മാർഗം അടക്കം പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചു.